ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ബംഗ്ലാദേശിൽ സംഘർഷാവസ്ഥ രൂപപ്പെടുന്നു. ബംഗ്ലാദേശിലേക്ക് ഒരു വലിയ ആക്രമണത്തിന് നീക്കം നടക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. മ്യാൻമാർ ബംഗ്ലാദേശ് അതിർത്തിയിൽ അരക്കൻ ആർമി കൂടുതൽ വലിയ ആക്രമണങ്ങൾക്ക് ഒരുങ്ങുന്നു എന്നുള്ള വിവരത്തെ തുടർന്ന് ഇപ്പോൾ അമേരിക്കയുടെ ഒരു ഉന്നത സൈനിക സംഘം ബംഗ്ലാദേശിൽ എത്തിയിരിക്കുന്നു. US സൈനിക ഉദ്യോഗസ്ഥനും US ആർമി പസഫിക് ഡെപ്യൂട്ടി കമാൻഡിംഗ് ജനറലുമായ വോവൽ ബംഗ്ലാദേശിൽ എത്തുന്നു. അദ്ദേഹത്തോടൊപ്പം തന്നെ മിലിറ്ററി അറ്റാഷെ ലഫ്റ്റനന്റ് കേണൽ മെഖൽ എഡ്മിച്ചി, ഡിഫൻസ് കോർഡിനേഷൻ ഓഫീസിലെ ലഫ്റ്റനന്റ് കേണൽ ഹണ്ടർ എലഗൽ എന്നിവരാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ എത്തി അവിടുത്തെ ഉന്നത സൈനിക നേതൃത്വവുമായി ഇപ്പോൾ ചർച്ച നടത്തുന്നത്. കാരണം ഈ അരക്കൻ ആർമി ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് ബംഗ്ലാദേശ് മ്യാൻമാർ ബോർഡറിലുള്ള മ്യാൻമാറിൻ്റെ അധീനയിലുള്ള റാഖൈൻ എന്ന് പറയുന്ന സംസ്ഥാനത്താണ്. ഈ റാഖൈൻ സംസ്ഥാനത്ത് തന്നെയുള്ള സിറ്റ്വേ, കുക് ഫിയു, മൗണ്ടാൻ തുടങ്ങിയ 3 നഗരങ്ങൾ അത് പിടിച്ചെടുക്കാനാണ് അരക്കൻ ആർമിയുടെ നീക്കം. അങ്ങനെ അത് ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് ബംഗ്ലാദേശിൻ്റെ അതിർത്തികളെ ബാധിക്കും. അത് ബംഗ്ലാദേശിനെ മൊത്തത്തിൽ ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇതിൽ റാഖൈനിലെ ഈ സിറ്റ്വേ എന്ന പ്രദേശം ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട ഒരിടമാണ്. കാരണം സിറ്റ്വേയിൽ ഒരു തുറമുഖത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഇന്ത്യ പങ്കാളിയാണ്. ആ വികസന പ്രവർത്തനം ഇന്ത്യയാണ് നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൽദേൻ മൾട്ടി മോഡേൺ ട്രാൻസ്പോർട്ട് സംവിധാനമാണ് അത് നമ്മുടെ ഒരു പ്രൊജക്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യ മ്യാൻമാറിന് ഇടയിലുള്ള കലാദൻ നദിയിലാണ് ഈ പ്രൊജക്റ്റ്. സിറ്റ്വേ തുറമുഖം എന്ന് പറഞ്ഞാൽ മിസോറാമുമായി ബന്ധിപ്പിച്ചുകൊണ്ടൊരു പുതിയ ട്രേഡ് റൂട്ടിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നു. മ്യാൻമാറിൽ നിന്ന് തന്നെ നമുക്ക് ലഭിച്ച ഒരു തുറമുഖം കൂടിയാണ്. അതിൻ്റെ നോക്കി നടത്തിപ്പും കാര്യങ്ങളുമായിട്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന ഏത് നീക്കങ്ങളും നമ്മളെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മളും നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നു. ജാഗ്രതയോടുകൂടി തന്നെയാണ് നാം നമ്മുടെ അതിർത്തിയും നോക്കുന്നത്. ഇവിടെ അമേരിക്ക എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിനായിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഒരുപക്ഷെ അതൊരു വലിയ യുദ്ധമായിട്ട് തന്നെ പരിണമിക്കാനുള്ള സാധ്യതകളുമുണ്ട്. കാരണം അരക്കൻ ആർമി ബംഗ്ലാദേശിൻ്റെ മറ്റിടങ്ങളിലേക്ക് കയറുകയാണെങ്കിൽ അതൊരു യുദ്ധമായി മാറാനുള്ള സാഹചര്യമുണ്ട്. അത്തരത്തിലൊരു യുദ്ധം ഒഴിവാക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഏതായാലും അമേരിക്ക ഇതാദ്യമായിട്ടാണ് ബംഗ്ലാദേശിൻ്റെ വിഷയത്തിൽ സജീവമായി ഇടപെടുന്നത്. പ്രത്യേകിച്ച് അവരുടെ സൈനിക നേതൃത്വം, അമേരിക്കയുടെ സൈനിക നേതൃത്വം ഇതാദ്യമായിട്ടാണ് സജീവമായിട്ട് ഇടപെടുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.